മുറ 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 കിലോ 140 കിലോ 140 ഏതിനെടുക്കാം വായോ മുറ 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 ഏതിന് വേണമെങ്കിലും എടുക്കാം. ഏതിനെടുത്താലും 140 രൂപ. നമ്മുടെ ചന്തകളിൽ ചുരുട്ടാന്ന് പറഞ്ഞിട്ടൊരു ഇനം വരുന്നുണ്ട്. ചുരുട്ടാന്ന് പറഞ്ഞിട്ടൊരു ഇനം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൊമ്പിന്റെയും മുറയുടെ കൊമ്പിന്റെയും പ്രത്യേകത കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല കൊമ്പിന്റെ. ഹലോ നമസ്കാരം, എക്കോൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അന്നമനടയ്ക്ക് അടുത്തുള്ള കുമ്പിടിയിലുള്ള നമ്മുടെ ജോർജ് ഏട്ടൻ്റെയും ഷെരീഫേൻ്റെയും മുറ ഫാമിലാണ്. അപ്പോൾ ഇവിടെ മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളുണ്ട്, മുറ ക്രോസ് ഉണ്ട്, മറ്റു ഇനത്തിൽപ്പെട്ട പോത്തുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെയൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരിവിടെ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് അറിയാം. നമസ്കാരം, ഞാൻ ജോർജ് ബെൻസൺ, ഇത് ഷെരീഫ്, എൻ്റെ സുഹൃത്താണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഫാമിലാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഫാം റീറ്റെയിൽ ലെവലിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആവണുള്ളൂ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത നേരത്തെ ഹോൾസെയിൽ ലെവലിലായിരുന്നു. നേരത്തെ കിരൺ എന്ന് പറയുന്ന വർക്കലയിലുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്, അദ്ദേഹം ഒരു ചാനൽ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ സണ്ണി ചേട്ടൻ്റെ തന്നെ വീഡിയോയുടെ അടിയിൽ പുള്ളി എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സണ്ണി ചേട്ടൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് തമ്മിൽ നേരത്തെ പരിചയമില്ല, ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ലിങ്ക് വഴി ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഒരു ചർച്ചകളിലൂടെ ഞങ്ങളുടെ വേവ് ലെങ്ത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളൊരു ഫാം തുടങ്ങാൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്കൊരു പിൻബലം ഇതിനു വേണ്ടി തന്ന, എല്ലാ അവസരങ്ങളും ഒരുക്കി തന്ന കിരണിന് ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ അന്നമനട അടുത്ത് കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഫാം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഫാം തുടങ്ങിയതിന് ആദ്യം തന്നെ ഞങ്ങൾ ഇക്കോൺ മീഡിയയ്ക്ക് നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തായിട്ടുള്ള കിരണിനും. വേറെ ഒന്നുമല്ല, സണ്ണിച്ചേട്ടൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ വീഡിയോയുടെ താഴെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കണ്ടു, പോത്ത് വളർത്തൽ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ജോർജേട്ടും തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് തുടങ്ങിയത് വർക്കലയിലുള്ള കിരൺ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ ആള് സത്യാവസ്ഥ പറഞ്ഞാൽ ആളൊരു പോത്തിനെ പോലും വളർത്തിയിട്ടില്ലെങ്കിലും ഒരുപാട് കർഷകർക്ക് ആള് സഹായമാണ്. പിന്നെ ഈ പോത്ത് ഫാം എന്ന് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഞങ്ങളൊരു ഐഡിയ വന്നപ്പോൾ ഈ പോത്തുകുട്ടികളെ എടുത്തിട്ട്, ചെറിയ പോത്തുകുട്ടികളെ എടുത്ത് വലുതാക്കി ഇറച്ചി ആവശ്യത്തിന് വിൽക്കുക എന്നുള്ളൊരു ആലോചനയായിരുന്നു ആദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കക്കാർക്കുണ്ടായ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഏത് ബ്രീഡ് തിരഞ്ഞെടുക്കും, നമ്മൾ എവിടെ നിന്ന് നല്ല പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കും, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ചന്തകളിൽ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് എടുക്കണോ, അങ്ങനെ ഞങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഈ ഫാമുകൾ മാറ്റി നിർത്തി ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ചന്തകളാണ്. അപ്പോൾ ചന്തകളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടക്കാർ പരസ്പരം സംസാരിക്കുന്നത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പല അവരുടെ ഭാഷയിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങൾ പറഞ്ഞത്, എന്താണ് ഇതിൻ്റെ വില എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 17. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറയില്ല, ഒന്നും കുറയില്ല, മറ്റാണ് മറിച്ച്, അതായത് ഇന്ന് ലോഡ് കുറവാണ്, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, ഇപ്പം അല്ലെങ്കിൽ തന്നെ പോത്തുകൂട്ടി കിട്ടാനില്ല, പിന്നെ ഏത് പോത്തിനെ അവർ പിടിച്ചാലും അവർ പറയുന്നത് ഇത് ഭയങ്കര വളർച്ചയുള്ള പോത്താണ്, അവിടെ നിന്ന് വന്നാണ് ഇവിടെ നിന്ന് വന്നാണെന്നൊക്കെ പറയും.
അങ്ങനെ ഞങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ ഈ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഈ പോത്തുകുട്ടികളെ കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പോത്തുകുട്ടികൾ നമ്മുടെ മിക്ക ചന്തകളിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണുന്ന പോത്തുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു വില. ആന്ധ്ര കുട്ടികളും അല്ലാതെ ഉള്ള എന്താ പറയുക തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് തീരെ പാല് പോലും കുടിച്ചിട്ടില്ലാത്ത എല്ലും തോലുമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് കൂടുതൽ നമ്മുടെ ചന്തകളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളവിടെ ചന്തകളിൽ ചെന്നു. ഇതേപോലെ തന്നെ ഒന്നും മേടിക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ ആലോചന തുടങ്ങി ഇത് എവിടെ നിന്ന് നമുക്ക് നല്ല പോത്തുകുട്ടികളെ നമുക്ക് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഒന്നല്ലെങ്കിൽ മുറ അല്ലെങ്കിൽ ജാഫറാബാദി. അങ്ങനെ ജാഫറാബാദിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഈ സാധനത്തിന് നമ്മൾ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കേരളത്തിലാണെങ്കിൽ ഇത് അധികം കിട്ടാനും ഇല്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് മുറ. അങ്ങനെ കേരളത്തിലുള്ള ഒരുപാട് എന്താ പറയുക പേരെടുത്ത മുറ ഫാമുകളിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ നേരിട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു തരും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 100 കിലോ ഉള്ള ഒരു മുറയുടെ പോത്തും കുട്ടിക്ക് അത് മുറയല്ലാന്ന് ഇപ്പം ഞങ്ങൾക്കറിയാം. കാരണം പ്യുവർ ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എത്തിച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിലേക്ക് പിന്നീട് നമുക്ക് കിടക്കാം. അപ്പോൾ അവർ 100 കിലോ ഉള്ള പോത്തും കുട്ടിക്ക് അവർ പറയുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് ഒരു 10-30 എണ്ണം നമ്മൾ ഒരുമിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഭയങ്കര ഡിമാൻഡാണ്, അവിടെ നിന്ന് കൊണ്ടുവരൽ ഞങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപയൊക്കെ എടുത്ത് വണ്ടിക്ക് മാത്രം വാടകയുണ്ട്. അപ്പോൾ ആ സത്യാവസ്ഥ പറഞ്ഞാൽ നമുക്കറിയില്ല ഹരിയാനയിൽ നിന്ന് എത്രയാണ് വണ്ടി വാടക, നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങളൊരു 30 എണ്ണം എടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോർജ് ഏട്ടൻ തന്നെ പറഞ്ഞു അങ്ങനെയാണ് നമുക്കിത് എന്തുകൊണ്ട് ഹരിയാനയിൽ നിന്ന് നമുക്കിത് കൊണ്ടുവന്നുകൂടാ, അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കേരളത്തിലെ മുറ ഫാമുകളിൽ നിന്ന് ഞങ്ങൾ എടുക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇറച്ചിക്കൊരു വിലയുണ്ട്. അതിപ്പോൾ മുറയാണെങ്കിലും എന്ത് പേരെടുത്ത ബ്രീഡാണെങ്കിലും ഇവിടെ നമ്മൾ കൊടുക്കാൻ നേരത്ത് മോഹവില കിട്ടുന്നത് ഇപ്പോൾ ഒരു 100 പേര് വളർത്തുന്നുണ്ടെങ്കിൽ 30-40 പേർക്ക് അല്ലെങ്കിൽ 40% പേർക്ക് മാത്രമാണ് മോഹവില കിട്ടുന്നത്. അത് പെരുന്നാളുടെ ടൈമിലുള്ള കച്ചവടം, മോഹവില എന്നും പറയാൻ പറ്റില്ല, പെരുന്നാളുടെ ടൈമിൽ ന്യായമായിട്ടുള്ള വില കിട്ടുന്നത്. അല്ലാതുള്ള എല്ലാ ആളുകളുടെ അടുത്ത് വരുന്നത് ഇറച്ചി വെട്ടുകാരും. കാരണം ഇറച്ചി വെട്ടുകാരും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് ഇതുകൊണ്ട് അവർക്ക് പണിക്കാറുണ്ട്, കാര്യങ്ങളുണ്ട്, അവർക്കൊരു ലാഭം വേണം. അപ്പോൾ അവർ തരുന്നതിനും ഒരു മാന്യമായിട്ടുള്ള ഒരു വില തന്നാൽ പോലും ഈ 25,000 മേടിച്ച പോത്തും കുട്ടി ഒരു വർഷം വളർത്തി അതിൻ്റെ ചിലവും കാര്യങ്ങളും നമ്മുടെ കേരളത്തിലാണെങ്കിൽ കാലത്തീറ്റയ്ക്ക് എല്ലാത്തിൻ്റെ വില ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും തീറ്റ കൊടുത്ത് നമ്മൾ വളർത്തിയിട്ട് ഇതിന് വിൽക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഈ നമ്മുടെ വെബ്സൈറ്റുകളിൽ നിന്നും നെറ്റിൽ നിന്നും ഒരുപാട് ഹരിയാനയിലുള്ള ഏജൻറ്റുമാരുടെ നമ്പർ എടുത്തു, കണ്ട് അവരെ വിളിച്ചിട്ട് ചെന്നു. അപ്പോൾ ഹരിയാനയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ നിന്ന് വരുന്ന പോത്തുകളെല്ലാം പ്യുവർ ബ്രീഡ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, എല്ലാം മുറയാണ് ഹരിയാനയിലുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഹരിയാനയിൽ ചെല്ലുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഇപ്പോൾ യൂട്യൂബിൽ നമ്മളൊന്ന് വിരലമർത്തിക്കാൻ നമുക്ക് എല്ലാ വീഡിയോസും എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും നമുക്ക് കിട്ടുന്നതുകൊണ്ടും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ ഞങ്ങളെ വിളിച്ച് വരുത്തിയ ഏജൻറ്റുമാരുടെ കയ്യിൽ നിൽക്കുന്നതൊന്നും പ്യുവർ ക്വാളിറ്റി എന്ന് പറയാനുള്ള ഒരു ഇതും അവിടുത്തെ പോത്തുകുട്ടികൾക്കില്ല. നമ്മുടെ ചന്തകളിൽ കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട കുട്ടികൾ. അപ്പോൾ ഇവരിവിടെ കേരളത്തിൽ നിന്ന് വിളിക്കുന്ന ആളുകളോട് എല്ലാം പറയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് ഞങ്ങളോടും പറഞ്ഞത്. നിങ്ങളൊന്നും അറിയണ്ട, ഇവിടെ പൈസ തന്നതിനാൽ ഞങ്ങളവിടെ എത്തിച്ചേരാം, അഡ്വാൻസ് പേയ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അഡ്വാൻസ് പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ പകുതി എമൗണ്ടും ലോഡ് കയറി കഴിയുമ്പോൾ ബാക്കി എമൗണ്ട്, അതായത് മുഴുവൻ പൈസയും അവിടെ നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവരോടൊന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ മുഴുവൻ പൈസയും കൊടുത്ത് നമ്മൾ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയ്ക്ക് നമുക്കവിടെ കിട്ടണം. ഹരിയാനയിലുള്ള മിക്ക ആളുകൾക്കും ഇവിടുത്തെ പോത്തുകളുടെ വില അല്ലെങ്കിൽ ഇവിടുത്തെ പോത്തിൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ അവിടെ ഇവരെ കോണ്ടാക്ട് ചെയ്യും, അവിടെ ചെല്ലുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവർക്ക് അറിയാം ഇവിടെ എന്ത് വിലക്ക് ഇത് വിൽക്കാൻ പറ്റും. പിന്നെ പല മുറ ഫാമുകളിലെയും ഇവർ വില വിളിച്ച് ചോദിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ അവർ പറയുന്നത് ഇവിടെ ഏറ്റവും കുറഞ്ഞ വില മുറയുടെ കുട്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നതിന് 20,000 അല്ലെങ്കിൽ 25,000 ആണ് ഇവിടുത്തെ പോത്തിൻ്റെ വില എന്നുള്ളൊരു ധാരണയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവസാനം അവിടെ ചെന്ന് ഞങ്ങളടുത്ത് ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധിയിൽ ഞങ്ങൾ എടുക്കാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിട്ട് സത്യം പറയുന്നത് ഇത് ഇനി തുടങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ പോത്തുകുട്ടികളെ എടുക്കാൻ പറ്റുമോ, അങ്ങനെ ആലോചിച്ച് പിന്നെ വീണ്ടും രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങൾ ഹരിയാനയിൽ പോയൊരു 1 മാസത്തോളം അവിടെ താമസിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത് ഞങ്ങൾ ചെന്നു. അവിടുത്തെ ഒരുപാട് ഫാമുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്യുവർ മുറ അല്ലാത്ത ഒരുപാട് എരുമകൾ ഹരിയാനയിലുണ്ട്. കാരണം പ്യുവർ മുറയായിട്ടുള്ള എരുമക്ക് നല്ല വിലയാണ് അവിടെ. നല്ല പാലുൽപാദന ശേഷിയുള്ള ഒരു മുറയുടെ എരുമക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും വില ഹരിയാനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരത് നിസ്സാര വില നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കിട്ടില്ല. പിന്നെ ഇവർ ഈ പ്യുവർ മുറ അല്ലാത്ത എരുമകളെ എടുത്തിട്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേരെടുത്ത മുറ പോത്തുകളുടെ ബീജം കുത്തിവെച്ചിട്ടാണ് ഇവർ ഇതാക്കുന്നത്. അത് ഇവർ പോത്തുകുട്ടികളെ പ്രതീക്ഷിച്ചല്ല, നല്ല പാലുൽപാദന ശേഷിയുള്ള എരുമക്കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ നല്ല പേരെടുത്തിട്ടുള്ള. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യുവരാജ്, സുൽത്താൻ അങ്ങനെയുള്ള പോത്തുകളുടെ ബീജം കുത്തിവെച്ച് കുട്ടികളുണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നത് മുഴുവൻ പ്യുവർ മുറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുറ ക്രോസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ 20,000 25,000 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയാണെങ്കിൽ അതിനൊരു 28, അതിനൊരു തൊട്ട് പൊടിക്കുകയാണെങ്കിൽ 25. അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കൊള്ളലാഭം എന്ന നിലക്കാണ് ഇവരിവിടെ എത്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഒരു ലോഡ് കൊണ്ടുവന്നു. എൻ്റെ ഒരു സുഹൃത്തിന് ഇടുക്കിയിലൊരു ഫാമുണ്ട്, അദ്ദേഹത്തിന് ബൾക്കായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് റീറ്റെയിൽ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. നമ്മൾ ഫുൾ ലോഡായിട്ട് അവർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് നാൾ നമ്മൾ ഈ ഹോൾസെയിൽ എന്നുള്ള നിലക്ക് മാത്രമായിട്ട് നമ്മൾ നിന്നു. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് പ്യൂർ ക്വാളിറ്റി ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് കാരണം അതിൻ്റെ കാരണങ്ങളെല്ലാം സഹിതം അവരോട് പറഞ്ഞിട്ടും അവരിത് കൊണ്ടുപോയിട്ട് കർഷകർക്ക് വിൽക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 100 കിലോ ഉള്ള ഒരു കുട്ടിക്ക് 20,000 അല്ലെങ്കിൽ 22,000, പിന്നെ അതിന് ഡെലിവറി ചാർജ് വേറെ, ഇങ്ങനെയുള്ളൊരു നിലക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള കിരൺ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഇത് നിങ്ങൾ പരമാവധി നിങ്ങൾ റീറ്റെയിലായിട്ട് തുടങ്ങിയിട്ട് ഇത് കർഷകർക്ക് ഒരു ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും നമ്മളിവിടെ ഈ ഫാമും കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ റീറ്റെയിലായിട്ട് ഞങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇപ്പം ഞങ്ങളിവിടെ വിൽക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 രൂപയാണ്. ഒരു കിലോ കണക്കിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഫാമിൽ തന്നെ ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാം. നമ്മുടെ ഫാമിൽ തന്നെ ത്രാസ് ഉണ്ട്. അവിടെ അതിൻ്റെ തൂക്കം നോക്കി അവരുടെ കയ്യിലിരിക്കുന്ന തുകയ്ക്കനുസരിച്ചുള്ള പോത്തും കുട്ടിയാണോ എന്ന് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് അതിനെടുക്കുകയും ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ടാവുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മുറ ക്രോസ് വളർത്താൻ നേരത്തെ ആളുകൾക്കുള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൈത്തീറ്റകൾ എന്തൊക്കെ കൊടുക്കണമെന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പല വീഡിയോസിലും ആളുകൾ പറയുന്ന പോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിൽ തന്നെ ഒരു 1000 കിലോക്ക് മേളിലുള്ള മുറ ക്രോസിനെത്തിപ്പെട്ട വലിയൊരു പോത്തുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്യുവർ ബ്രീഡ് ജാഫ്രബാദി ഉണ്ട്. ജാഫ്രബാദീനെയും അവനെ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവരെ വളർത്തുകയാണ്. പക്ഷെ ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ പച്ചപ്പുല്ലും ഗോതമ്പോടും മാത്രമാണ്. പിന്നെ ചില സമയത്ത് ഞങ്ങൾ ഹരിയാനയിൽ നിന്ന് കയറി വരാൻ നേരത്തെ ഈ കടലത്തൊണ്ടും പരുത്തിപ്പിണ്ണൊക്കെ അത് എപ്പോഴും നമ്മൾ എടുക്കാറില്ല, വല്ലപ്പോഴും മാത്രം. അപ്പോൾ അതും കൊടുക്കാറുണ്ട്. അത് സ്ഥിരമായിട്ടില്ല. മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് പച്ചപ്പുല്ല്, ഗോതമ്പോട്, പിന്നെ ഒരുപാട് കൈത്തീറ്റകൾ ഞങ്ങൾ കൊടുക്കാറില്ല. പക്ഷേ നമുക്കതിന് വളർച്ചയ്ക്ക് ഇതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറുണ്ട് പേരെടുത്ത പോത്തുകൾക്ക് ആപ്പിൾ കൊടുക്കുന്നു, അല്ലാതുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളൊരു വലിയൊരു പോത്തുള്ള ആളുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ആപ്പിളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? അപ്പോൾ മെയിനായിട്ട് അവർ നമ്മളോട് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആപ്പിളിൻ്റെ വിലയല്ല ഹരിയാന ആ ഒരു സ്ഥലത്ത്, കാരണം അവിടെ വളരെ വില കുറവാണ്. പിന്നെ ഇവരിതിന് പോത്തിന് വണ്ണം വെപ്പിക്കാനോ അല്ലെങ്കിൽ തടി വെപ്പിക്കാനോ അല്ല ഇവരിത് കൊടുക്കുന്നത്. ആപ്പിളിൽ ഒരുപാട് നാരടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളെ കുറച്ച് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മുടെ മിക്ക സുഹൃത്തുക്കളും ഇവിടെ ആപ്പിള്, ബദാം, കശുവണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്. അതിൻ്റെ ആവശ്യം ശരിക്കില്ല. സാധാരണ ഇപ്പോൾ എന്താ പറയുക,
ഈ ഒരുപാട് കസ്റ്റമേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, നല്ല വളർച്ചയുള്ള ബ്രീഡാണെങ്കിൽ നമ്മുടെ പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ തന്നെ മതി. ഇപ്പോൾ നമ്മുടെ കാട്ടിൽ വളരുന്ന കാട്ടുപോത്തിന് തന്നെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് തവിടും തിരിയും കശുവണ്ടി പരിപ്പ് കൊടുത്തിട്ടാണ് വളരുന്നത്, ഒരിക്കലും അല്ല. കർഷകരുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് നേരിട്ട് തന്നെ ഇപ്പോൾ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഇതിൻ്റെ തള്ളേനെ നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും ഇതിൻ്റെ പിതാവ്, അതായത് ഏത് പോത്തിൻ്റെ ബീജം കുത്തി വെച്ചാണ് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ തള്ളയുടെ വലിപ്പം കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ വളർച്ച ഏതാണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. എന്താണ് നമ്മൾ ഫാമിൽ ചെന്നതിന് പരമാവധി നമ്മൾ ഏജൻറ്റുമാർ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഓരോ ഫാമുകളിൽ നടന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കർഷകർക്ക് നമുക്കത് ധൈര്യമായിട്ട് നമുക്കിത് വളർച്ചയുടെ കാര്യത്തിൽ 100% ഉറപ്പ് വരുത്തി ഞങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മിക്ക ആളുകൾക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മുറ ക്രോസ് എന്ന് പറയാൻ നേരത്തെ അവർക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ മുറയുടെ അത്ര വലിപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരുവിധ പേടിയും വേണ്ട. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിൽ മെയിനായിട്ട് പോത്തിനെ വളർത്തുന്നത് ഷോയുടെ ഒരു ഇത് അല്ലെങ്കിൽ ഒരു ക്രൈസിൻ്റെ പുറത്ത് വളർത്തുന്ന ആളുകൾ, വിരലിൽ എണ്ണി എടുക്കാവുന്ന ആളുകൾ മാത്രമാണ് വളർത്തുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ മീറ്റിൻ്റെ ആവശ്യത്തിനായിട്ടാണ് എല്ലാവരും വളർത്തുന്നത്. അപ്പോൾ അതിന് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ഈ ഒരു തൂക്കത്തിൻ്റെ ഇതിന് കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുക്കുന്ന കാശിനുള്ള മുതൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ട് ഇപ്പോൾ. കാരണം അവരുടെ മുമ്പിൽ തന്നെ നമ്മൾ തൂക്കി കാണിച്ചതിന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൈത്തീറ്റയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ചില ആളുകൾക്ക് എന്താ പറയുക, കൂടുതൽ വളർച്ച കിട്ടാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കാമെന്നുള്ളൊരിത് മിക്ക ആളുകളും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് തവിടാണ്, പിന്നെ കപ്പയുടെ പൊടി നമ്മൾ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് കൈത്തീറ്റകൾ ഞങ്ങളുടെ ഫാമുകളിൽ ഞങ്ങൾ വളർത്തുന്ന പോത്തുകൾക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. കാരണം ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ പച്ചപ്പുല്ലിൽ നിന്ന് തന്നെ ഇവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, മിക്ക ആളുകളും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരാളെപ്പോലും നമ്മൾ നിരാശപ്പെടുത്തി നമ്മൾ വിടാറില്ല. കാരണം അവരിവിടെ വന്ന് പോയി എന്ന കാരണം കൊണ്ട് നമ്മൾ അവരുടെ തലയിലേക്ക് നമ്മളൊന്നും അടിച്ചു കെട്ടി വെക്കാറില്ല. കാരണം അവർ നടന്നു തന്നെ അവർക്ക് ഇഷ്ടമുള്ളതിന് മാത്രമാണ് അവർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു കുട്ടി എടുക്കാറുണ്ട് അത് അങ്ങനെയാണ്, ഇനി ക്വാളിറ്റി കൂടിയതിന് അത് ക്വാളിറ്റി കൂടിയാണ് അതിന് ഇത്ര വിലയാവുമെന്നും നമ്മൾ പറയാറില്ല. പിന്നെ എല്ലാവരോടും നമുക്ക് ഈ മുറയുടെ പുറകെ മാത്രം പോകുന്ന ആൾക്കാരോട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളത് വാങ്ങുന്ന സാധനത്തിന് അതിനനുസരിച്ചുള്ളൊരു മാർക്കറ്റ് വില നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ചതിക്കപ്പെടുന്നത്. പിന്നെ ഇത് വിൽക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പോത്തിനെ വളർത്തി വലുതാക്കി വിൽക്കാൻ നേരത്ത് പരമാവധി അതിൻ്റെ ഒരു തൂക്കം നമ്മുടെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ളൊരു സംവിധാനം എന്ന് വെച്ചാൽ അടുത്തൊരു വെയിറ്റ് ബ്രിഡ്ജ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു വണ്ടി വിളിച്ചൊരു നിസ്സാര ചിലവ് വരുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഈ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന ബ്രീഡിന് ഏറ്റവും കുറഞ്ഞത് ഒരു 40% മീറ്റ് കിട്ടും. അതായത് ഒരു 1000 കിലോ ഉള്ളൊരു പോത്താണെങ്കിൽ 400 കിലോ മീറ്റ് ഉറപ്പാണ്. ഫുൾ നല്ല ടൈറ്റിൽ നിൽക്കുന്ന, നല്ല കൊഴുത്ത് നിൽക്കുന്ന പോത്തും കുട്ടികൾക്ക്. ഇപ്പോൾ എല്ല് മാത്രം പൊങ്ങി നിൽക്കുന്നതിന് ഞാൻ പറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ അതിന് എല്ലിൻ്റെ ഇതായിരിക്കും കൂടുതൽ. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മിക്ക പോത്തുകളും ഒരു 40% മീറ്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷനിൽ വേണം ഇതാക്കാനായിട്ട്. നമ്മുടെ ഒട്ടുമിക്ക പോത്ത് വളർത്തുന്ന ആളുകൾക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ മിക്ക ആളുകൾക്കുണ്ട്. അതിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു 6 മാസമുള്ളൊരു കുഞ്ഞിനെ മേടിച്ചു, പുള്ളി 2 വർഷത്തോളം കഷ്ടപ്പെട്ട് വളർത്തി. പക്ഷെ ഇതിന് എന്ത് വിലക്ക് വിൽക്കണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു ഇറച്ചി വെട്ടുകാരോ അല്ലെങ്കിൽ അതേപോലത്തെ കച്ചവടക്കാരോ വന്നിട്ട് ഒരു കുറഞ്ഞ റേറ്റ് 2-3 പേര് പറയുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുന്ന ഇത്രേ കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത മിക്ക ആളുകൾക്കുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു തൂക്കം കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വിൽക്കുക, അതിനനുസരിച്ച് ഒരു വില ഇട്ടിട്ട് വിൽക്കുക. പിന്നെ കൈത്തീറ്റ ഒരുപാട് ഇതാക്കി പോത്ത് കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവസാനം നമ്മളൊരു ചിട്ടി കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മൾ ഒരുപാട് കാശ് അതിൻ്റെ അത് മുടക്കുന്നു, അത് അവസാനമാകുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നതിന് നല്ലത് നമ്മൾ ആ കാശ്
നേരെ ബാങ്കിൽ കൊണ്ടിടുകയാണ്. കാര്യം നമ്മളിത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഇത് ചത്തുപോകില്ല എന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പരമാവധി കൈത്തീറ്റ കുറച്ചിട്ട് എന്താ പറയുക, പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വളർത്താൻ പറ്റും ആ രീതിയിൽ വളർത്താം. പിന്നെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റോ ഉള്ള സ്ഥലത്ത് മറ്റേ CO3 അങ്ങനത്തെ എന്തെങ്കിലും പുല്ല് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലത് അതായിരിക്കും. കാരണം നമ്മൾ CO3 പുല്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് വളർച്ചയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വളർച്ച കിട്ടും. പിന്നെ ഒരുപാട് പേര് നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കാണാറുണ്ട്, മറ്റേ പോത്ത് വളർത്തൽ നഷ്ടമായി ഇതായെന്നൊക്കെ പറഞ്ഞാൽ. മെയിനായിട്ട് ഇവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ ആ കുട്ടിയെ വാങ്ങുന്നത് തന്നെ വലിയൊരു മോഹവില കൊടുത്തായിരിക്കും ഇവർ വാങ്ങുന്നത്. പിന്നെ കുട്ടിയുടെ ക്വാളിറ്റി തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലും ആളുകൾ പോയിട്ട് എന്താ പറയുക വലിയൊരു വില കൊടുത്ത് മേടിക്കും. എന്നിട്ട് ഇതിനെ ഒരുപാട് നാൾ വളർത്തിയതിന് ശേഷം ഇതൊരു മാറ്റം വരാതാകുമ്പോൾ ഇവർ തന്നെ എങ്ങനെയും വിറ്റൊഴിവാക്കും. പിന്നെ അടുത്ത ആളുകളോട് പറയുന്നൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോത്ത് വളർത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പോൾ പോത്ത് വളർത്തുന്ന ആളുകളാണെങ്കിൽ എവിടെ നിന്ന് പോത്തിനെ മേടിച്ചാലും പോത്തുകുഞ്ഞിനെ മേടിച്ചാലും പരമാവധി നല്ല വളർച്ച കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങൾ നോക്കി പരമാവധി മേടിക്കുക നേരത്ത് അതിന് നമ്മൾ നമുക്ക് കിട്ടുന്ന മുതലിനനുസരിച്ചുള്ള വില മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിത് വളർന്നു വരുന്നതോറും നമുക്കിതൊരു ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളിവിടെ പരമാവധി ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2 ബ്രീഡാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന് ജാഫ്രവാദി ക്രോസ്, അത് ഞങ്ങളുടെ വലിയ ജാഫ്രവാദീനെ കാണാൻ നേരത്ത് ഒരുപാട് പേര് ചോദിക്കാൻ നേരത്ത് ഞങ്ങൾ വളരെ കുറച്ചെണ്ണം മാത്രം അത് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവരും. അത് ഹരിയാനയിൽ എല്ലായിടത്തും കിട്ടാറില്ല. കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പിന്നെ നമുക്ക് സുലഭമായിട്ട് അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് മുറ ക്രോസ് മാത്രമാണ്. അപ്പോൾ ഈ ക്രോസ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് അതിൻ്റെ പ്യുവർ ക്വാളിറ്റി അല്ലെങ്കിൽ 100% മുറ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആപ്പാടെ പ്രധാനമായിട്ട് ഞങ്ങൾ എടുത്ത് പറയുന്നത് വളർച്ചയുടെ കാര്യത്തിൽ ആർക്കും ഒരു പേടി വേണ്ട, അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. കാര്യം ഇപ്പോൾ ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് ഇപ്പോൾ ഒരു 2 വയസ്സ് 2.5 വയസ്സായ പോത്തെന്ന് പറയുന്നത് നല്ല പൂർണ്ണമായിട്ടും ഒരു 600-700 കിലോ ഉള്ള പോത്തുകളായിരിക്കും കൂടുതൽ. വളർച്ച കുറവുള്ള പോത്തുകൾ വളരെ കാണാൻ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരുപാട് ഫാമുകളിൽ അവിടെ ചെല്ലാൻ നേരത്ത് അവരുടെ ഈ ഷോയ്ക്കായിട്ടും അല്ലാതെ ഇപ്പോൾ ബീജത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ടൊക്കെ നിർത്തിയിരിക്കുന്ന പോത്തുകളാണെങ്കിലും ഇപ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഈ കൊമ്പ് വളഞ്ഞു വരുന്നതെല്ലാം മുറയാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടുകാർക്ക് ഈ ഇടയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മുറ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനനുസരിച്ച് തട്ടിപ്പും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കൊമ്പ് വളഞ്ഞ് പുറകോട്ട് വരുന്നതെല്ലാം മുറ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലാൻ നേരത്ത് ഇപ്പോൾ ഹരിയാന എന്ന് പറഞ്ഞാൽ അത്ര ദൂരമുള്ള സ്ഥലങ്ങളൊന്നുമല്ല, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് പോയിട്ട് വരാവുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ബൾക്കായിട്ട് ഇതൊക്കെ ഹരിയാനയിൽ നിന്ന് നേരിട്ട് എടുക്കാനായിട്ട് ചെല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവിടുത്തെ ഏജൻറ്റുമാരുടെ നമ്പർ നിങ്ങൾ നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരിക്കലും ചെല്ലരുത്. ഒരു 90% നിങ്ങൾ ചതിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അഥവാ നിങ്ങളങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ആദ്യമേ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് മേടിക്കാനായിട്ട് വരുന്നതല്ല, ഞങ്ങളിതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് മാത്രം വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ചെന്നതിനെ പരമാവധി അതിൻ്റെ അകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഏജൻറ്റുമാരെ നമ്മൾ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവർ ആദ്യം തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ടിക്കറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരും, ഞങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ എവിടെയാണ് വരുന്നത്, ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാമെന്ന് പറയും. അപ്പോൾ നമുക്കവിടെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഓർക്ക് പോകും അത് വലിയൊരു ഉപകാരമാണല്ലോ. കാര്യം അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് നമ്മളവരെ വിശ്വസിച്ച് ഞങ്ങൾ ചെല്ലാൻ നേരത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടുത്തെ ഏജൻറ്റുമാരെ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ നിങ്ങൾ ചെല്ലാൻ നേരത്ത് പരമാവധി അവരുടെ ഒരു ഓഫറും തന്നെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്കവിടെ ഡൽഹിയിൽ നിന്ന് യൂബർ കിട്ടും. അല്ലാതെ ഓൺലൈൻ ടാക്സികൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ ഏജൻറ്റുമാരുള്ള സ്ഥലമാണ് കർണാൽ.
കർണാലിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഹോട്ടലിൽ നിന്നും നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലിന് ഒരു ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഫാമുകാരുടെ ഫാം ഹൗസുകളിലോ ഒന്നും നിങ്ങൾ ചെല്ലാതിരിക്കുക. പിന്നെ ഈ എന്താ പറയുക, അവരുടെ ഒന്നും തന്നെ സ്വീകരിക്കുക. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ചിലവിൽ മാത്രം നിന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവിടെ നിന്ന് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക. ഒരിക്കലും ചാടി കയറി നെറ്റിൽ നിന്നൊരു നമ്പർ എടുത്തതിന് അവർ ഇതിനായിട്ട് മാത്രം, അതായത് സ്വന്തമായിട്ടൊരു ഷെഡ് പോലും ഇല്ലാത്ത ആളുകൾ ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചതിയിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഹരിയാന എന്ന് കേൾക്കുമ്പോൾ എല്ലാം മുറയാണെന്ന് വിചാരിക്കരുത്. കാരണം അവിടെ നിന്ന് പ്യുവർ മുറയല്ലാത്ത പോത്തുകളും എരുമകളും അവിടെയും ഉണ്ട് ഒരുപാട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ നിന്ന് മേടിച്ച ആളുകളാരും അങ്ങനെ ഇതുവരെ വേറെ രീതിയിൽ തെറ്റായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ന്യായമായിട്ടുള്ള വിലയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 140 എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം നമുക്കിപ്പോൾ 3-4 ആയിട്ട് ഇപ്പോൾ ഒരു ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് വരാൻ നേരത്ത് അവരുടെ വണ്ടിക്കാശും കാര്യങ്ങളും കൂടി നമ്മളൊന്ന് നോക്കിയിട്ട് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മെയിനായിട്ട് നമുക്കൊരു 2 ആഴ്ച കൂടുമ്പോൾ ഏറ്റവും കുറവ് നമുക്കിവിടെ ലോഡ് വരാറുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന കുട്ടികളുടെ എല്ലാവിധ സുരക്ഷയും ആരോഗ്യം എല്ലാം നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു രീതിയിലും ഒരു ബിസിനസ് മാത്രമായിട്ട് ഇത് ഞങ്ങൾ കാണാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ഉണ്ടായാലാണ് ഞങ്ങൾക്കിത് തുടർന്നുകൊണ്ട് പോകുന്നതിൽ ഒരർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങാനല്ലെങ്കിൽ കൂടി ഈ ഫാമിൽ വരുന്നതിനും ഇപ്പോൾ ഇവിടെ വന്ന് ഈ പോത്തുകുട്ടികളെ കാണുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ രാവിലെ ഒരു 7 മണി തൊട്ട് വൈകിട്ടൊരു 6 മണി വരെ ഞങ്ങളിവിടെ ഫുൾ ടൈം ഉണ്ടാകും. ഇപ്പോൾ നൈറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങാനല്ലെങ്കിൽ കൂടി ആരാണെങ്കിലും ഒന്ന് വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിനും ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇവിടെ വന്നു എന്ന് വിചാരിച്ച് മേടിക്കാനല്ലെങ്കിൽ എന്തിനിവിടെ വരുന്നു എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. പിന്നെ ഇവിടെ വന്നിട്ട് പോത്തിനെല്ലാം തൂക്കി നോക്കി നിങ്ങൾ വാങ്ങാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്ത പോലും വേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ നമുക്കിനി ഇവരുടെ ഫാമിലുള്ള പോത്തുകളെ ചെറുതായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഇവനാരാണ്? ഇവൻ ജാഫ്രബാദിയാണ്. ജാഫ്രബാദി പ്യുവർ ബ്രീഡാണ്. ഇത് ഗുജറാത്തിൽ കാണുന്ന ഒരു ബ്രീഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇതാണെങ്കിൽ എരുമയാണെങ്കിൽ നല്ല രീതിയിൽ പാലുൽപാദനം മുറയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു പാലുൽപാദനമാണ് ജാഫ്രബാദിയുടെ. ഇവനൊരു പ്യുവർ ബ്രീഡാണ്, പ്യുവർ ജാഫ്രബാദിയാണ്. നമുക്ക് ഗുജറാത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇവനിപ്പോൾ ഏകദേശം ഒരു 4 വയസ്സോളം ഇവന് പ്രായമായിട്ടുണ്ട്. 4 വയസ്സ്? 4 വയസ്സ് പ്രായമായിട്ടുണ്ട്. കൊമ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ കൊമ്പിൻ്റെ സ്ട്രക്ചറും എൻ്റെ ഒരു തലയുടെ ഷേപ്പും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ക്യാമറ പൂർണ്ണമായിട്ട് കിട്ടുമെന്നറിയില്ല. ഇപ്പൊ ഷെരീഫിന്റെ ഹൈറ്റ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിന്റെ പൊക്കം. കേരളത്തിലുള്ളതിൽ വെച്ച് ജാഫ്രബാദികളുടെ വലുതിൽ ഒന്നെന്ന് പറയാം. ഏറ്റവും നമ്മൾ പറയുന്നില്ല. കേരളത്തിലുള്ള എല്ലാ ജാഫ്രബാദികളും നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളതില് നമ്മള് പരിചയമുള്ളതിൽ നമ്മൾ കണ്ടായാലും നമ്മൾ അന്വേഷിച്ച് പോയതിൻ്റെ അകത്തും ഏറ്റവും വലിപ്പമുള്ള ജാഫ്രബാദി, പ്യുവർ ബ്രീഡ് ഇവനാണ്. മൂക്കേറ് ഇട്ടിട്ടില്ല നമ്മള്. അപ്പം വലിച്ചു കൊണ്ടുപോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഒരു ശല്യമില്ല ആളെ കൊണ്ട്. നല്ലൊരു ഇണക്കമുള്ള ഒരു ബ്രീഡ്. ഓക്കെ. ഇവനൊക്കെ ഏകദേശം എന്ത് വെയിറ്റ് ഉണ്ടാവും? ഇവന് 1000 കിലോയ്ക്ക് മുകളിലുണ്ട്. 1000 കിലോയ്ക്ക് മുകളിൽ. ഓക്കെ. ഇനി ഇവരൊക്കെ എങ്ങനെയാണ്? ഇവരൊക്കെ ഇത് നമുക്കൊരു ജാഫ്രബാദിയുടെ ഒരു ക്രോസ് കുട്ടിയാണ്. ഓക്കെ. ഇപ്പം ഇവൻ ഒരു 170-180 കിലോളം ഇപ്പോൾ വെയിറ്റ് ഉണ്ടാവും. ഓക്കെ. പിന്നെ മുറ ക്രോസ്, ജാഫ്രബാദി ക്രോസ് അത് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്യുവർ മുറയുണ്ട്. ഇവനും നമ്മൾ ഹരിയാന ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നമുക്കില്ല. പക്ഷേ ഇവൻ ഒരു പ്യുവർ മുറയാണ്, പ്യുവർ ബ്രീഡാണ്. അവന്റെ കൊമ്പിന് എന്തൊരു അവന്റെ കൊമ്പ് മൊത്തത്തിൽ തന്നെ ഇപ്പോഴേ തന്നെ ചെറുതായിരിക്കുമ്പോൾ തന്നെ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ആൾക്ക് ഒരു 11 മാസമേ പ്രായമായിട്ടുള്ളൂ. കിടക്കട്ടെ. ഇതെല്ലാം വെയിറ്റ് കുറഞ്ഞ മുറ ക്രോസ് കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ്. 100 കിലോ 110 കിലോ ആ ലെവലിൽ വരുന്നതാണ്. അല്ല ഏട്ടാ, ഒരു കാര്യൻ്റെ ഇടയിൽ കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഇവരൊക്കെ ഇവിടെ അഴിച്ചിട്ടേക്കാണ്, ആരും കെട്ടിയിട്ടില്ല. അപ്പൊ ഇവര് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മളിപ്പോ ഈ ഫാമിന് ചുറ്റും ഫെൻസിങ് ഉണ്ട്. ഒരു 3 ഏക്കറാണ്. ഇപ്പൊ 3 ഏക്കറിന് ചുറ്റും നമ്മളിവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകിലാണെങ്കിൽ കുറച്ച് തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് കാലത്ത് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ വെള്ളത്തിൽ പോയി കിടക്കും, ആ തോട്ടിൽ പോയി കിടക്കും. ആ തോട്ടിൽ നിന്ന് പിന്നെ വൈകുന്നേരം അവർ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ഒരു കയറി വരാറുള്ളൂ.
ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ കാണുന്ന കുട്ടികളൊക്കെ മുറ ക്രോസ് എല്ലാം മുറ ക്രോസ് കുട്ടികളാണ്. ഓക്കെ. ഇവന്റെ പ്രായത്തിൽ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഇവനെ. ഇവനിപ്പോ ഏകദേശം 1200 കിലോയോളം അതിന് മുകളിലേക്ക് വെയിറ്റ് ഉണ്ട്. കൃത്യമായിട്ട് ഞങ്ങളിപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. ഇവനും മുറ ക്രോസ് ആണ്. ഇവനും മുറ ക്രോസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഒന്നും കൂടി കൊണ്ടുവന്നതാണ്. കാര്യം ഒരു മുറ ക്രോസ് എന്ന് പറയുന്ന സാധനം എന്തോരം വളരും എന്നുള്ള ഒരു സംശയം ആൾക്കാർക്ക് വേണ്ട. അല്ല, മുറ ക്രോസ് ഇങ്ങനെ വളരുമെങ്കിൽ അപ്പം മുറ എന്തോരം വളരും? ഇവനിപ്പോൾ എന്നാലും ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ. 6 അടിക്ക് മുകളിൽ അവന് പൊക്കമുണ്ട്. ഇവനെങ്ങനെ ഉപദ്രവകാരി എങ്ങനെയാണോ? അവന് കൊച്ചു പിള്ളേരുടെ അല്ല, കുറച്ച് ഇടയ്ക്ക് കുറച്ച് പിന്നെ വാവ. നേരത്തെ മറ്റവന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ജാഫർ ബാദി. അവന്റെ പേരെന്താണ്? സാംസൺ. കുമ്പിടി സാംസൺ. കുമ്പിടി സാംസൺ. എന്തൊക്കെ പേരുകളാണ്. ക്രോസും മുറ പ്യൂറും തമ്മിൽ വളർച്ചയുടെ കാര്യത്തില് വലിയ വ്യത്യാസമില്ല. ആ ക്വാളിറ്റിയുടെ ആ ഒരു ഷോയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചന്തകളില് ചുരുട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഇനം വരുന്നുണ്ട്. ചുരുട്ടാന്ന് പറഞ്ഞിട്ട് ഇനം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൊമ്പിന്റെയും മുറയുടെ കൊമ്പിന്റെയും പ്രത്യേകത കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിഭാഗം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നല്ല കൊമ്പിന്റെ അടിയിൽ നല്ല വീതി ഉണ്ടാവും ഇവരുടെ. ഓക്കെ. മുറ ക്രോസ് മാത്രമല്ല, അവന് വളഞ്ഞു വന്നേക്കുന്നതിന്റെ അകത്ത് നമുക്ക് ശരിക്കും ഒരു വിരല് കയറാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഇതിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. അല്ലാതെ കൊമ്പ് പുറകിലേക്ക് വളഞ്ഞിരിക്കുന്നത് മുഴുവൻ മുറയോ മുറ ക്രോസോ അല്ല. ആ ഒരു കാര്യം കൂടി നമ്മൾ വാങ്ങുന്ന കർഷകരാണെങ്കിലും വാങ്ങുന്ന ആൾക്കാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹൈറ്റ് ആണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും. പൊക്കം വരെ പിന്നെ ഒരു 6 അടിക്ക് മുകളിൽ പൊക്കമുണ്ട്. ഇവരൊന്നും കൊടുക്കുന്നില്ല. അതായത് രണ്ടറ്റത്തേക്ക് നിങ്ങളുടെ ഫാമിന്റെ പിന്നെ നമ്മുടെ പെറ്റ്സാണ്. മാത്രമല്ല വരുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എത്രത്തോളം വളർച്ച, ഇവർക്ക് എത്രത്തോളം വളർച്ച കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തരവാണ് ഇവർ. പിന്നെ പുല്ല്, തവിട് ഇത് രണ്ടും കൊടുത്ത് വളർത്തുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് ഈ പരുത്തിപ്പിണ്ണാക്കും കടലത്തുണ്ടൊക്കെ എല്ലാ കാലത്തും നമ്മൾ കൊടുത്താറുള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഫാമിൽ ഇപ്പോൾ ഇവിടെ ആകെ എത്ര പോത്തുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ എത്ര പോത്തുകൾ വരെ നിങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട്? അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുവന്നാൽ എത്ര ദിവസം കൊണ്ട് അത് സെയിലായി പോകാറുണ്ട്? അതൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നത് പരമാവധി ഞങ്ങൾ ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടിയിൽ നമുക്കൊരു 30 എണ്ണത്തിൽ കൂടുതൽ നമ്മൾ കൊണ്ടുവരാറില്ല. ഒരു 14 വീലിൻ്റെ വണ്ടിയാണെങ്കിൽ നമ്മൾ 30 എണ്ണം മാത്രമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. പിന്നെ ഞങ്ങളിവിടെ ഒരു 100 എണ്ണം വരെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പിന്നെ തീരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അധികം താമസം എടുക്കാറില്ല. ഇവിടെ വന്നതിന് നമുക്ക് നിലവിൽ ഓർഡർ അനുസരിച്ച് മാത്രമാണ് നമ്മളവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അതായത് ഇവിടെ ആൾക്കാർ ഞങ്ങൾക്ക് ഇത്ര പോത്തുകൾ വേണമെന്നൊക്കെ പറയുമ്പോൾ ആ എണ്ണത്തിന് കണക്കാക്കി ആ എണ്ണത്തിനനുസരിച്ചാണ് കൂടുതൽ നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ നിശ്ചിത ഒരു അളവിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുവരാറുണ്ട്. കാര്യം ഓർഡർ മുൻകൂട്ടി പറയാതെ തന്നെ ഒരുപാട് പേര് വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ അവരെ കൂടാതെ മുൻകൂട്ടി പറയുന്നവർക്കായിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുത്തുകൊണ്ട് വരും അവിടെ നിന്ന്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിവിടെ നിർത്തുന്ന പോത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ജാഫ്രവാദിയും നമ്മുടെ മുറ ക്രോസുമാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിവിടെ വലിയ ഫാമിന്റെ ഐശ്വര്യമായിട്ട് നിർത്തുന്നത്. 2 പേര് അവരെ നമ്മൾ കൊടുക്കാറില്ല. കാര്യം ഈ ജാഫ്രവാദീനാണെങ്കിൽ ഇവിടെ വെളിയങ്കോട് ഒരു ടീം വന്നിട്ട് നല്ലൊരു വില പറഞ്ഞാണ്. പക്ഷെ നമുക്കത് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിർത്തിയേക്കാണ് അതിനെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജാഫ്രവാദി ആണെങ്കിലും ഇപ്പോൾ ഈ മുറ ക്രോസ് ആണെങ്കിലും എന്തോരം വലുതാകുമെന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളും കൂടി അത് അവർക്ക് കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ അവർക്കൊരു കുറച്ചും കൂടി ഒരു ബോധ്യം വരും. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ജാഫ്രവാദിനെയും ഈ മുറേനെയും നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. മോഡലുകളാണ് 2 മോഡൽസ് ഉണ്ട്. പിന്നെ ഇവര് നമ്മളെപ്പോഴും ഇപ്പൊ ആൾക്കാർ ഓർഡർ തരുന്നതുണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് വരാറുണ്ട്. കാര്യം ഒരിക്കലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു പോകാത്ത രീതിയിൽ ആര് വന്നാലും അവർക്ക് താല്പര്യമുള്ള വെയിറ്റ് റേഞ്ചിൽ, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് 90 കിലോ മുതൽ 250 കിലോ വരെയുള്ള 250 കിലോ വരെയുള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മളെപ്പോഴും നോക്കാറുണ്ട്. കാര്യം ഇടയ്ക്ക് ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കുഞ്ഞ് മതി, ചെറിയ കുഞ്ഞൊരു 3 എണ്ണം വേണം,
അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ചില ആൾക്കാർക്കാണെങ്കിൽ വലുത് മതി, അപ്പോൾ അവർക്ക് കുറച്ച് നാൾ വളർത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഇപ്പോൾ ഓരോ ഫാർമേഴ്സിനും ഓരോ കർഷകൻ്റെയും ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരേ ലെവലിലുള്ള കുഞ്ഞുങ്ങളായിരിക്കില്ല നമ്മൾ കൊണ്ടുവരുന്നത്. 90 മുതൽ 240 കിലോ വരെയുള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു മുറ ഫാമുകാർ ഞങ്ങൾ കൊടുക്കുന്നത് ക്രോസ് മുറകളാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും എപ്പോഴും സാധാരണ മുറ ഫാം എന്ന് പറഞ്ഞാൽ മുറ, അതിൽ വേറെ ഒരു ഇതില്ല, ഒറിജിനലാണ്. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത് എന്തായാലും ക്രോസ് മുറകളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവരുന്നതിൽ ഒറിജിനൽ മുറകൾ കിട്ടാറില്ലേ? നമ്മൾ കൊണ്ടുവരുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറയുടെ എല്ലാ ലക്ഷണങ്ങളൊക്കെ പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് പ്യുവർ ക്വാളിറ്റി എന്ന് നമ്മൾ ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഹരിയാന ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള മുറയുടെ കുട്ടികളെയാണ് നമുക്ക് പ്യുവർ മുറ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവരാൻ നേരത്ത് ഇറച്ചിയുടെ ആവശ്യത്തിന് ഒരിക്കലും അത് വളർത്തി നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാര്യം നല്ലൊരു വിലയാവും. കാരണം അവിടുത്തെ വലിയ പോത്തുകൾ അവർ വളർത്തുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ യുവരാജിന് 7.5 കോടി പറഞ്ഞിട്ട് വിറ്റില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ബിസിനസ്സാണത്. കാരണം ഒരുപാട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത ഒരു പോത്തിൻ്റെ സെമണിന് അത്രയും ഡിമാൻഡ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവർ നല്ല ക്വാളിറ്റി അത്രയ്ക്ക് നല്ല ഹൈ ലെവലിൽ തന്നെ ഒരു പോത്താണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ കാണിക്കുകയും കൂടിയില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നമ്മളിവിടെ ക്രോസ് ആണെന്ന് എടുത്ത് പറയാനുള്ള കാരണം, വരുന്ന ആളുകളെ നമ്മൾ പറ്റിച്ച് ബിസിനസ് ചെയ്യുന്നതിന് നല്ലത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസത്തിൽ അവർക്ക് കൊണ്ട് വളർത്താൻ പറ്റും. പക്ഷേ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കർഷകർ വളർത്തുമ്പോൾ ഏറ്റവും നല്ലത് മുറ ക്രോസ് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിലയിൽ ഉള്ള വലിയൊരു ഡിഫറൻസ് ഉണ്ട്. കാര്യം പ്യുവർ മുറയുടെ ഒരു കുട്ടി ഒരു 50,000 രൂപയുടെ അടുത്തൊക്കെ തന്നെ നമുക്ക് വില വരും. അതേസമയം ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളാണ് ഈ തൂക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. കാര്യം നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് തൂക്കം എല്ലാം അളവ് തൂക്കമൊക്കെ ബാധകമായിട്ടുള്ളൊരു രാജ്യത്താണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടാണെങ്കിൽ നമ്മൾ ആ കടയിൽ ആ പ്രദേശത്തിരിക്കുന്ന അരി മുഴുവൻ ഇങ്ങോട്ട് തരൂ എന്നല്ല നമ്മൾ പറയണത്. നമ്മൾ പറയണത് 1 കിലോ അരി തരൂ, അല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, അങ്ങനെ പറയണത്. ഇപ്പോൾ ആടാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ തൂക്കിയാണ് മേടിക്കണത്, കോഴി തൂക്കിയാണ് മേടിക്കണത്. പോത്ത് മാത്രം ആൾക്കാരും പോത്ത് പശു ആരും തൂക്കി ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു പുതിയ ഒരു കർഷകൻ വരുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അത് ഞങ്ങളും അനുഭവിച്ചാണ്. കാര്യം നമ്മൾ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് ഒരു പോത്തിനെ കാണിച്ചിട്ട് അവർ പറയും ഇത് 200 കിലോ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ പുതിയൊരാൾക്ക് നമുക്ക് പെട്ടെന്ന് അത് കണ്ണിൽ നമുക്ക് പിടിച്ചെന്ന് വരില്ല, നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ത്രാസ് തന്നെ നമ്മൾ രൂപപ്പെടുത്തി അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പോത്ത്, ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ഒരു പോത്ത്, ഒരു കർഷകന് ഇഷ്ടപ്പെട്ട ഒരു പോത്ത് നമ്മൾ അതിൽ വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നോക്കി കഴിയുമ്പോഴായിരിക്കും അയാൾ പറയും അയ്യോ ഇത് ഭയങ്കര വെയിറ്റ് കൂടുതലുണ്ട്, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് അതിന് പുള്ളിയുടെ ഒരു ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു പോത്തിനെ നമ്മൾ അതനുസരിച്ച് തൂക്കി എടുക്കാനുള്ള സൗകര്യവും നമ്മുടെ ഫാമിലുണ്ട്. അതായത് നമ്മൾ കോഴിക്കടയിൽ പോയിട്ട് ഒരു കോഴീനെ തൂക്കി മേടിക്കുന്ന പോലെ പോത്തിനെ നമുക്ക് ഇവിടുന്ന് തൂക്കി മേടിച്ച് കൊണ്ടുപോയി വളർത്താം. കാരണം അതെ, കൃത്യമായിട്ടുള്ള ആ ഒരു ഒരാൾ അയാൾക്ക് ആവശ്യം, അയാൾ മനസ്സിൽ കാണുന്ന ആ ഒരു വെയിറ്റ് നമുക്ക് ഒരു ഊഹക്കണക്കല്ല, കൃത്യമായിട്ട് അയാൾക്ക് അയാളുടെ കൺമുമ്പിൽ തന്നെ അയാൾക്ക് കണ്ടുകൊണ്ട് അയാൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പോത്തിനെ കാണിച്ചിട്ട് പറയാം, നമ്മളൊരു ഊഹക്കണക്ക് പറയുകയാണ്. ഇപ്പോൾ 100 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറ് 100 കിലോ ഇല്ലെങ്കിൽ വരുന്ന ഒരു കസ്റ്റമർ നമ്മൾ ചതിക്കുകയാണത്. ഇപ്പോൾ നമ്മൾ തൂക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മനസമാധാനമാണ്, മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് ഒരു സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. കാരണം ഞാൻ കണ്ടതാണ്, നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞത് നമ്മളൊരു ഇറച്ചിക്കടയിൽ ചെന്നിട്ട് ഞങ്ങൾക്കൊരു ഇത്ര പീസ് വേണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് നമുക്ക് 1 കിലോ ഇറച്ചി വേണം, അല്ലെങ്കിൽ 2 കിലോ ഇറച്ചി വേണം, ഒരു കണക്കിനാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതെന്തായാലും വളരെ ഉപകാരമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും എന്നോട് തന്നെ പറയാറുണ്ട് ഒരു പോത്തിനെ എങ്ങനെ വെയിറ്റ് നോക്കാം, ഇപ്പോൾ മെഷർമെന്റ് നമ്മൾ ടേപ്പ് വെച്ചൊക്കെ ഇതിൻ്റെ സൈസ് നോക്കി അല്ലെങ്കിൽ കാലിൻ്റെ സൈസ് ഇത്ര അങ്ങനെയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു തീരുമാനിക്കുന്ന ഒരു തൂക്കമുണ്ട്. അതെപ്പോഴും പലപ്പോഴും 100% കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ത്രാസിക്കോടെ തൂക്കി കറക്റ്റായിട്ട് നമ്മൾ വാങ്ങുന്ന പോത്ത് ഇപ്പോൾ കിലോ 150 രൂപ, 10 കിലോ ഉണ്ടെങ്കിൽ 1400 രൂപ, 1400 രൂപയ്ക്ക് നമുക്കൊരു പോത്ത് കിട്ടുന്നു 10 കിലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മൾ ചതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. കാരണം തൂക്കം കൂടിയ വില കൂടുതൽ വരും, തൂക്കം കുറഞ്ഞ വില കുറവ് വരും. അപ്പോൾ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വില അതെന്തായാലും അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ 140 എന്ന് പറയുന്നതിലും പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നു, അദ്ദേഹം അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വന്നു ഇവിടം വരെ വന്നു. അപ്പോൾ ഈ 140 വണ്ടിക്കാശ് അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് കയറുന്നത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഞങ്ങൾ ചെയ്തുതരാം, നിങ്ങളുടെ വണ്ടിക്കാശിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട്. മാക്സിമം ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകാറില്ല.
അത്രയും സന്തോഷത്തിലാണ് നമ്മളിവിടെ വരുന്ന ഓരോരുത്തരെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ദൂരെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇതിനെ അവിടെ എത്തിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോകണോ, എങ്ങനെയാണ്? ഇല്ല, ഞങ്ങളിപ്പോൾ എത്തിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഈ മാടുകളെ കൊണ്ടുപോകാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ക്ഷമയുള്ള ഡ്രൈവർമാർ വേണം. അപ്പം നമ്മുടെ ഇവിടുന്ന് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ വിളിക്കുന്ന കുറച്ച് വണ്ടിക്കാരുണ്ട്. പരമാവധി ഒരു കിലോമീറ്റർ റേറ്റ് അനുസരിച്ച് തന്നെയാണ് അവർ ഓടുന്നത്. അവർ കമ്മതി കണക്കൊന്നും അവർ പറയാറില്ല. കോഴിക്കോട് വരെ ഇത്ര രൂപ അങ്ങനെയല്ല അവർ പറയുന്നത്, ഒരു കിലോമീറ്ററിന് ഇത്ര രൂപ അവർ കണക്കപ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ കിലോമീറ്റർ നോട്ട് ചെയ്തു, അവർക്കുള്ള ഇത് കൊടുത്തു. പരമാവധി പുറത്തുള്ള സ്റ്റാൻഡുകളിലെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ഇവിടെ ഉള്ള നമ്മുടെ ചേട്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മുതൽ കൊണ്ടുപോകുന്ന അത്രയും ഉത്തരവാദിത്തത്തിലാണ് അവർ ചെയ്യാറുള്ളൂ. പരമാവധി അവർ സഹകരിക്കുന്നുണ്ട്, അവരുടെ സഹകരണം നമുക്കൊരു വിജയമാണ് അതിൻ്റെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എനിക്കൊരു പോത്തിനെ വേണം, ഞാൻ വരുമ്പോൾ ഒരു വണ്ടി വിളിച്ച് ഞാൻ വരാണ്, എനിക്ക് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല, ഒരു വിരോധമില്ല. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളോടായിട്ട് ഒരു ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങളിപ്പോൾ ഹരിയാനയിൽ നിന്നാണ് ഈ പോത്തുകുട്ടികളെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹരിയാനയിൽ നിന്ന് ഇതിനെ ഡയറക്റ്റ് നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും നിങ്ങൾ നിർത്തി കൊണ്ടുവരുന്നതാണോ? എന്ന് വെച്ചാൽ കുറേ ദൂരമുണ്ട്, നമുക്ക് ഇവിടെ ഹരിയാന എന്ന് പറഞ്ഞാൽ വളരെ ദൂരം കിടക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ചേട്ടൻ ചോദിച്ചു തന്നെ ഒരു സംശയം ഏറ്റവും കൂടുതൽ ഉണ്ടായി ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ സംശയം ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങളും. അതായത് ഈ വണ്ടിക്കാരെ നമ്മൾ പറയാൻ നേരത്ത് നമ്മൾ ഇതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കയറ്റിയിട്ട് അവരോടെല്ലാം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടാണ് പോരുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇറക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവർ ഇതിനെ കെയർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തവണ ഹരിയാനയിൽ നിന്ന് നമ്മുടെ കേരളം വരെ ഞാനും ലോറിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ ഗോശാല പോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വരുന്ന വഴികളിൽ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെത്താറത്ത് ഇവർ അതനുസരിച്ച് ഇവർ വണ്ടി ഓടിച്ച് അവിടെ എത്തിച്ച് ഇപ്പോൾ രാവിലെ ഇതിനെ അവരെ ഇറക്കാൻ നേരത്തെ ലോറി. അപ്പം മിക്ക ആളുകളുടെ ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എങ്ങനെയാണ് അടിക്കടി ലോറിയിൽ നിന്ന് ഇറക്കുക എന്നുള്ളൊരു സംശയമാണ് അവർക്കുള്ളത്. അതിനുള്ള എല്ലാ സംവിധാനമുള്ള സ്ഥലത്താണ് ഈ വണ്ടിക്കാരെ നിർത്തുള്ളൂ. നിർത്താൻ നേരത്ത് അതിനെ ഇറക്കി അതിനെ കുളിപ്പിക്കാനും അതിന് വെള്ളം കൊടുക്കാനും അതിന് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള തീറ്റ തീർന്നു പോയാൽ പോലും നമുക്ക് അവിടെ നിന്ന് മേടിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ രാത്രി മാത്രമാണ് നമ്മളിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇവരെ യാത്ര ചെയ്യിപ്പിക്കാറുള്ളൂ. പകൽ ഫുള്ള് റെസ്റ്റ് എടുത്ത് ഒരു 7 ദിവസത്തിനടുത്ത് എടുത്തിട്ടാണ് നമ്മൾ ഹരിയാനയിൽ നിന്ന് ഇവിടം വരെ എത്തിക്കുന്നത്. അത് ഒരു തവണയായിട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഹരിയാന നേരിട്ട് ഇങ്ങോട്ട് ഓടിച്ച് നമ്മൾ എത്തിക്കാറില്ല. പരമാവധി ഇവരെ റെസ്റ്റ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരാറുള്ളൂ. കുറേ പേർക്ക് അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഹരിയാനയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവരുന്നുണ്ട്, കേരളത്തിലേക്ക് പോത്തുകൾ വരുന്നുണ്ട്, പക്ഷെ ഇത് ഒറ്റയടിക്ക് അവിടെ നിന്ന് ഇന്നലെ കയറ്റി വിട്ട് ഇന്ന് രാവിലെ എത്തുന്ന ഒരു പരിപാടി എങ്ങനെയാണെന്ന് പലരും ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഹരിയാനയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ. ഇപ്പം നമ്മുടെ തൃശ്ശൂരിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് 2800 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അവർക്കപ്പം അതിന്റെ ഒരു വിഷമം ഉണ്ടാവുന്നില്ല. ഇല്ല, കാരണം എന്ന് വെച്ചാൽ പിന്നെ പകൽ സമയത്ത് ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇവർക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം, പിന്നെ ഇവർക്ക് കുളിപ്പിക്കാൻ നേരത്തെ തന്നെ ഞാനിപ്പോൾ കണ്ട ഒരുപാട് ആശ്വാസം ഇവർക്ക് കിട്ടാറുണ്ട് യാത്രയിൽ. നല്ല രീതിയിൽ ഇവർ കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഇവർക്ക് അതിനുള്ള എല്ലാ അതായത് ചെറിയൊരു പനിയുള്ള ആളാണെങ്കിൽ അതിനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ വരാതെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ ഈ കൂട്ടിയിൽ തന്നെ ഇവരെ കെട്ടിയിടാറില്ല. നമുക്കിവിടെ അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്, നമ്മൾ എല്ലായിടത്തേക്കും അവരാണ് അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഒരു കാര്യം എൻ്റെ ഇടയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം, അതായത് ഈ മുറ ഫാം എന്നുള്ള ഇതിലേക്ക് വരാനാണ്. ഇപ്പോൾ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ പരിചയപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് ഒരു വിജയത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു കാരണം എന്താണ്? വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും ഞങ്ങളുടെ ഒരു മനസ്സിലുണ്ടായ ഒരു ഉറപ്പെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില തന്നെയാണ്. ഇപ്പോൾ ചേട്ടൻ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ആദ്യമായിട്ടാണ് ഒരു ഫാമിൽ വന്നിട്ട് മുറ ക്രോസ് എന്ന് പറയുന്നത്. അത് തന്നെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ വില ഒരാളും ഇതുവരെ വന്നിട്ട് നിങ്ങളുടെ വില കൂടുതലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അവർ തരുന്ന പൈസക്ക് അനുസരിച്ചുള്ള ഇത് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് കർഷകർ ഇപ്പോൾ ഈ മുറ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, മുറയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, കാര്യം ഹരിയാനയിൽ നിന്ന് വരുന്നതിന് 20-25 ആവും, ചെറിയ കുട്ടിക്ക് 25,000 രൂപ. ആ ഒരു രീതിയിൽ നമ്മൾ 100 കിലോ ഉള്ള കുട്ടിക്ക് 14,000 രൂപ എന്നുള്ള രീതിയിൽ എത്തിച്ചപ്പോൾ നമ്മുടെ ചന്തകളിലുള്ള വിലയൊക്കെ തന്നെ ആവുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പല വീഡിയോയിൽ ഞാനും പറയാനു മുറേനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ പാവപ്പെട്ട ഒരു കർഷകനെ സംബന്ധിച്ച് മുറേനെ വളർത്തി ഇതാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത്രയും നാൾ വളർത്തി ഈ പറഞ്ഞ പോലെ വല്ല എക്സിബിഷനൊക്കെ ഷോയ്ക്ക് വേണ്ടിയോ അങ്ങനെയൊക്കെ നിർത്താനുള്ള വലുപ്പത്തൊക്കെ ആക്കി കൊടുത്താലാണ് അതിനൊരു ലാഭമായിട്ട് അതിനെന്തെങ്കിലും കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇവിടുത്തെ ഈ എന്താ പറയുക മീറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിനനുസരിച്ച് നമുക്ക് കൂടി വരും. അതായത് നമുക്ക് ആവശ്യമുള്ള മീറ്റ് ഒരുപാട് പേര് വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മീറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരുപാട് പേർക്ക് നല്ലൊരു വരുമാനം.
മിക്ക ആളുകളും പോത്ത് വളർത്തുന്നതിൻ്റെ കാര്യം നിർത്താനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെടുക്കുന്ന പോത്തുകുട്ടികൾക്ക് വളർച്ച കിട്ടാതെ അല്ലെങ്കിൽ ഇവരുടെ ചിലവ് അധികമായിട്ട് വരാൻ നേരത്താണ് ഈ പ്രശ്നങ്ങൾ പറ്റുന്നത്. ചേട്ടനാണെങ്കിൽ തന്നെ ഒരു തവണ വളർത്തി ലാഭം കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത തവണ ചേട്ടൻ പണിക്ക് നിൽക്കില്ലല്ലോ. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ നല്ല കുട്ടികളെ കൊടുക്കാത്ത ആളുകൾ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരിക്കലും നഷ്ടം എന്നൊരു കണക്ക് അവരുടെ മനസ്സിൽ പോലും വരുന്നില്ല. നല്ല രീതിയിൽ വളർച്ച കിട്ടുന്ന കുട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന കുട്ടികളെ വിൽക്കാനായിട്ട് നമ്മൾ സഹായിക്കുക. നമ്മൾ തന്നെ മേടിച്ച് നമ്മൾ തന്നെ അത് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മറ്റേ ഇറച്ചി ആവശ്യത്തിനുള്ള ആളുകൾ നമ്മൾ തന്നെ എത്തിക്കാനുള്ള ഒരു ഇത്. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നിങ്ങളിപ്പോ 140 രൂപ റേറ്റിന് ഇപ്പോഴത്തെ റേറ്റ് ആണ് 140. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ വില ഇതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് 140 നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ ഈ 140 തന്നെയാണോ നിങ്ങൾ തിരിച്ചെടുക്കുക? അല്ല, നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയൊരു പോത്താണെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 40% മീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മീറ്റിന് നമ്മൾ ഒരു വലിയ പോത്തിനെ നമ്മൾ തിരിച്ചെടുക്കാത്ത ഒരു 40% മീറ്റ് കണക്കാക്കിയിട്ട് അതിനൊരു മാന്യമായിട്ടുള്ളൊരു വില ഇട്ടിട്ട് അവർക്ക് കൊടുക്കുക. ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരാണ്. കാര്യം ഇപ്പോൾ സണിച്ചേട്ടൻ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ 5-6 ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വന്നതിൽ വിദ്യാർത്ഥികളുണ്ട്, ജോലിക്കാരുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇവർ എല്ലാവരും ഇപ്പോൾ ചില ഒരു പോത്തിനെ വളർത്തുന്നവരുണ്ട്, 10 വളർത്തുന്നവരുണ്ട്, 30 വളർത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിനെ വളർത്തുന്ന ആളാണെങ്കിലും 30 എണ്ണത്തിനെ വളർത്തുന്ന ആളാണെങ്കിലും ഇതിനെ നമ്മളൊരു 500 കിലോ അല്ലെങ്കിൽ 600 കിലോ ആക്കി നമ്മൾ തീറ്റ കൊടുത്ത് ഈ പോത്ത് വളരുകയാണ്. നമുക്കറിയില്ല, ഈ കർഷകൻ അറിയണമെന്നില്ല ഇതിൻ്റെ കൃത്യമായ വെയിറ്റ് എത്രയുണ്ടെന്ന്. ഒരു ഇറച്ചിക്കാരനെ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഒരു 500 കിലോ ഉള്ള പോത്താണെങ്കിലും അവൻ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും അവൻ്റെ വെയിറ്റ് കുറച്ചേ അവർ പറയുള്ളൂ. അപ്പോൾ എനിക്ക് കർഷകരോടുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുതലിനെ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി നിങ്ങളുടെ സമയവും ചിലവാക്കി നിങ്ങൾ വളർത്തുന്ന ഒരു സാധനമാണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിൻ്റെ കൃത്യമായ തൂക്കം ഒന്ന് കണ്ടെത്താനായിട്ട് അതിനൊരു വണ്ടിയിൽ കയറ്റുക. വേ ബ്രിഡ്ജ്, തൊട്ടടുത്തുള്ള വേ ബ്രിഡ്ജിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് കൊണ്ട് തൂക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും ഈ സാധനം എത്ര കിലോ ഉണ്ട്. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ തൂക്കുക. പിന്നെ അതിനൊരു പ്ലസ് ഓർ മൈനസ് നമ്മളൊരു 10-20 കിലോ അത് പോട്ടെ. ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഏകദേശം, അതായത് ഒരു 600 കിലോ ഉള്ളൊരു പോത്തിന് ഒരുത്തം വന്നിട്ട് ഇത് 350 കിലോ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സുഹൃത്തെ ഇത് 600 കിലോ ഉണ്ട് ഞാൻ തൂക്കിയതാണ് എന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ആള് നമുക്ക് നല്ലൊരു റേറ്റ് തന്ന് ആ സാധനം വാങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കർഷകർ ശ്രദ്ധിക്കുക. പോത്ത് കച്ചവടം നഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവരവരുടെ മുതൽ അവരവർ തന്നെ കൃത്യമായി അതിൻ്റെ വില അവരവർ മനസ്സിലാക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ വില ഇത്രയാണ്, ഇനി അതിൽ കുറച്ച് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ആ വിലയ്ക്ക് തന്നെ പോകും. പിന്നെ നമ്മളുടെ ഒരു തിരക്കാണ്, എനിക്കിത് വിറ്റിട്ട് ഇനി വേറൊരു കാര്യം കാണാനുണ്ട്. നമ്മളുടെ ഒരു തിരക്ക് കാണുമ്പോൾ അതനുസരിച്ചിട്ട് വിലയിലുള്ള ആൾക്കാർ വാങ്ങാൻ വരുന്ന ആൾക്കാർ കച്ചവട തന്ത്രം ഉണ്ടാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മെയിൻ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു നല്ലൊരു വിപണിയാണ് പ്രശ്നം. ഇപ്പോൾ എനിക്ക് പോത്തിൻ്റെ വില അല്ലെങ്കിൽ പോത്തിൻ്റെ തൂക്കമൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പോത്തിൻ്റെ കയറും പിടിച്ചുകൊണ്ട് ചന്തയിൽ വിൽക്കാൻ ചെല്ലുകയാണെങ്കിൽ അപ്പോൾ എല്ലാ കച്ചവടക്കാരും ഞാൻ പറയുന്നില്ല, നല്ല രീതിയിൽ മാന്യമായിട്ട് വില കൊടുക്കുന്ന കച്ചവടക്കാർ നമ്മുടെ ചന്തകളിലുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ നമ്മളെ ചതിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എനിക്കിപ്പോൾ ഒരു അത്യാവശ്യമുണ്ട്, എനിക്കിപ്പോൾ ഇത് വിറ്റിട്ട് വേണം എൻ്റെ കാര്യം കാണാൻ എന്നുള്ളൊരു മൈൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാണുമ്പോൾ തന്നെ അതെനിക്കറിയാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ നമുക്കൊരിക്കലും മനസ്സിലാവാത്തൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്തയിൽ. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു വിപണി ഇതിനായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ജോലിക്കാർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും സുന്ദരമായിട്ട് അവരുടെ ഒഴിവു സമയങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പോത്ത് വളർത്തൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനം മുതൽ, അതായത് കിടാവ് നമ്മൾ വാങ്ങുന്ന ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ഇടനീളം, അതായത് മുൻവശത്തെയും പുറകുവശത്തെയും കാലുകൾ തമ്മിലുള്ള അകലം, കാലുകളുടെ വണ്ണം, പിന്നെ പോത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ലെങ്ത്ത്, നീളം, അത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും നോക്കുക. അതിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യരുത്. കാരണം നമ്മൾ ചന്തയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും ഞാൻ 4000 രൂപയ്ക്ക് മേടിച്ചുതരാം, 8000 രൂപയ്ക്ക് മേടിച്ചുതരാം, 6000 രൂപയ്ക്ക് മേടിച്ചുതരാം. പല ആൾക്കാർ പല ബ്രോക്കർമാർ നമ്മൾ സമീപിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ക്വാളിറ്റി അറിയാതെ പോയി ചെന്ന് പെടരുത്. കാര്യം ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള അവൻ്റെ ബഡ്ജറ്റിൽ ഇണങ്ങുന്ന ഒരു സാധനം, ഒരു പോത്തിനെ അവർക്ക് തൂക്കി വാങ്ങിച്ചുകൊണ്ട് പോകാം. വെയിറ്റ് പോലും അവർക്ക് കണ്ട് അതിൻ്റെ പ്രൈസ് വരെ അവർക്ക് നിശ്ചയിച്ച് അവർക്ക് കൊണ്ടുപോകാം.
പിന്നീട് ഇത്ര കിലോ ഉള്ള പോത്തിനെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. 250 കിലോ ഉള്ള 200 കിലോ ഉള്ള പോത്തിനെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇവൻ 6 മാസം ഞാൻ വളർത്തുമ്പോൾ എനിക്ക് ഇത്ര വെയിറ്റ് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങൾ ആരായിരുന്നു? ചേട്ടൻ എന്തായിരുന്നു മുമ്പ്? അതായത് ഈ പോത്ത് വളർത്തലിലേക്ക് ഇപ്പോൾ വന്നു, അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിരുന്ന വർക്ക് എന്തായിരുന്നു? മുമ്പ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ആയിരുന്നു എനിക്ക്. പിന്നെ ഈ പോത്ത് വളർത്തൽ ശരിക്കും പറയുന്നത് ചെറുപ്പം മുതൽ വീട്ടിൽ എൻ്റെ വാപ്പയായിട്ട് തന്നെ വളർത്തുന്നതാണ്. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അന്നൊക്കെ നമ്മൾ പോത്തിന് മേടിക്കുന്നത് വെച്ചാൽ അടുത്തുള്ളൊരു അറവുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും അടുത്ത ആഴ്ചയിൽ ഓട് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കിടാവിനെ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഏത് ഇനമാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഒരു പോത്ത്. ഓക്കെ. അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടുവരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില പോത്തുകൾ നമ്മൾ 2 വർഷമൊക്കെ തീറ്റ കൊടുത്താൽ ഏതാണ്ട് നഷ്ടത്തിൽ തന്നെ ഇങ്ങനെ അങ്ങനെ നിൽക്കും. അപൂർവം ചില പോത്തുകൾ മാത്രമാണ് വളർന്നു വരുന്നത്. അപ്പോൾ സൈഡായിട്ട് പോത്ത് വളർത്തലുണ്ടായിരുന്നു, മെയിനായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ആയിരുന്നു എനിക്ക്. ഓക്കെ. അപ്പോൾ ചേട്ടൻ എന്താണ്? ഞാൻ പ്രവാസിയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഞാൻ ക്യാൻസർ മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നു. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒഴിവ് സമയങ്ങളിൽ പ്രധാനമായിട്ടും സണ്ണി ചേട്ടൻ്റെ വീഡിയോ, ഇക്കോൺ മീഡിയയിലുള്ള വീഡിയോസും അത് ഓരോ വീഡിയോസും നിങ്ങൾ കണ്ട് എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവിടെ നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു, നമ്മളുടെ പൈസ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, സേഫായിട്ട് എവിടെ ചെയ്യാൻ പറ്റും, എല്ലാം നമ്മളിപ്പോൾ സണ്ണി ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞൊരു അനുഗ്രഹമാണ്. കാര്യം നമ്മൾക്ക് പല രീതിയിലുള്ള പല റേഞ്ചിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സണ്ണിച്ചേട്ടനും പ്രവാസിയായിരുന്നു, അപ്പോൾ സണ്ണിച്ചേട്ടനും അവരുടെ മനസ്സറിയാം കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. പ്രവാസി വിളിക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഈ ആഴ്ചയിലും മാസത്തിലൊക്കെ ഇങ്ങനെ വന്ന് നാട്ടിൽ വന്ന് പോകുന്ന ആൾക്കാർ ഒരിക്കലും പ്രവാസി ഗണത്തിൽ കൂട്ടില്ല, എങ്കിലും പറയാം. അതെ. അപ്പോൾ എന്നാലും നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രചോദനമാണ്. പിന്നെ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് എല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പിന്നെ എറണാകുളത്തുള്ള വീടുകൾ നമുക്കറിയാമല്ലോ, 4 സെൻറ്റിലും 3 സെൻറ്റിലൊക്കെയാണ് വീടുകൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു പോത്തിനെ പോയിട്ട് ഒരു കോഴിനെ പോലെ നമുക്ക് വളർത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതൊന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പിന്നെ ഷെരീഫും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും പേടിക്കാനില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും ഷെരീഫ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് വീഡിയോ പോലെ നമുക്ക് എല്ലാ ദിവസവും ദൈനംദിന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രവാസി തന്നെയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രവാസിയാണെങ്കിലും എന്താണെങ്കിലും നാട്ടിലുള്ള ആളാണെങ്കിലും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ വീട് എറണാകുളത്താണ്, മാമംഗലത്ത് ഞാൻ താമസിക്കുന്നു. ഈ മാളിൽ ഇപ്പോൾ എൻ്റെ ഫാമുള്ളത് കുമ്പിടിയിലാണ്. എനിക്ക് ഈ ഫാമിലേക്ക് വരാനായിട്ട് ഒരു 38 കിലോമീറ്റർ 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാലും എല്ലാ ദിവസവും കാലത്ത് ഞാൻ ഇവിടെ വരുന്നു. നാട്ടിലുള്ള ദിവസങ്ങളിൽ ഞാൻ കാലത്ത് ഇവിടെ വരുന്നു, ഞാൻ വൈകിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള നമ്മളൊരു മുതലാളി ചമഞ്ഞിരിക്കാതെ നമ്മൾ ഇപ്പോൾ ഒരു പ്രവാസിയാണെങ്കിലും ഇപ്പോൾ പോത്തിനെ കുളിപ്പിക്കാനാണെങ്കിലും ഇതിൻ്റെ ചാണകം വാരാനാണെങ്കിലും തൊഴുത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മളും കൂടി ഇടപെടുക. നമ്മളതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ജോലിയെ സ്നേഹിക്കുക. അത് നമ്മുടെ ഒരു ഹോബിയായിട്ട് നമ്മൾ കണ്ട് അതിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ചേട്ടാ, ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ഇടയിൽ ചോദിക്കാനുള്ളത്, ഇത് പലർക്കും തോന്നുന്ന ചില സംശയങ്ങളാണ് ചോദിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുന്നൊരു പോത്തിനെ ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് പോവാണ്. ഞാൻ ഒരു പോത്തും കുട്ടീനെ ചെറിയൊരു കുട്ടീനെ മേടിച്ചിട്ട് പോയി, ഞാൻ വീട്ടിൽ കൊണ്ട് കെട്ടി വെള്ളം പുല്ലൊക്കെ കൊടുത്തു. നാളെ നേരം എടുക്കുമ്പോൾ പോത്ത് ചത്ത് കിടക്കണം. അതായത് പലർക്കും പറ്റുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ പോത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വളർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ചില പോത്തുകൾ ചത്തുപോകും, ചിലപ്പോൾ മഴ നഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നോട്ടക്കുറവുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഇതിൽ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ സണ്ണി ചേട്ടൻ ചോദിച്ചത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇൻഷുറൻസ് സ്കീം ഇപ്പോൾ അവൈലബിൾ ആണ്. പല കമ്പനികളുടെയും ഇൻഷുറൻസ് സ്കീമുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഒക്കെ നമ്മൾ കന്നുകാലികളൊക്കെ ഇൻഷുർ ചെയ്യാവുന്ന സ്കീമുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് തന്നെ വാങ്ങുന്ന ആൾക്കാർക്ക് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണമെങ്കിൽ അതിനെ ഇൻഷുർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള വെറ്ററിനറി ഡോക്ടറുണ്ട്, ഇവിടെ തൊട്ടടുത്തുള്ള വെറ്ററിനറി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനൊരു ടാഗ് നമ്പർ തരും. ആ ടാഗ് നമ്പർ വെച്ചിട്ട് ആ കന്നിൻ്റെ ചെവിയിൽ നമ്മൾ ഈ ടാഗ് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്ത ടാഗും വെച്ചിട്ട് ആ കന്നിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്കീമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 15,000 രൂപ വില വരുന്ന ഒരു കന്നിന് ഇൻഷുർ ചെയ്യാനായിട്ട് 750 രൂപയോളമാണ് അതിന് ചിലവ് വരുന്നത്. നമ്മുടെ LDF ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു സ്കീം അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് വീണ്ടും നമുക്ക് അത് റിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനം ഒരു മുതൽ മേടിക്കുമ്പോൾ ആകെ ഒരു 750 രൂപയും കൂടി നമ്മൾ അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ അവൻ ഒരു കൊല്ലത്തേക്ക് നമുക്ക് വളർത്താം. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില, അതിൽ ഡിക്ലെയർഡ് വാല്യൂ എത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഈ കർഷകന് ഉണ്ടാവില്ല.
നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കൃഷിക്കാരന് അത് തോന്നുകയാണ്. ഓക്കെ, ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പാടത്ത് കൊണ്ടുപോയി കെട്ടിയതാണ്, അണലി കടിച്ചു, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല ഇപ്പൊ എങ്ങനെ ചത്തു എന്ന് നമുക്കറിയില്ല, ഇതെങ്ങനെ പട്ടി കടിച്ചാണോ അണലി കടിച്ചാണോ, അപ്പോൾ ഭക്ഷ്യവിഷബാധയാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ നമ്മളൊരു റിസ്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 750 രൂപ എന്ന് പറഞ്ഞൊരു മിനിമം ഒരു ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്തേക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിച്ചിട്ട് വരും, നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്, ഒരു ഗ്രൂപ്പിൽ കൂടെയാണ് ഇത് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലർക്കും ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ് ഒരു എന്തെങ്കിലും തരത്തിലൊരു കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടി എന്ന് പറയുന്നു, ആര് വന്നാലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ അവരെ സ്വീകരിക്കുകയോ? തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട്. കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ 257 മെമ്പേഴ്സാണ് ഇപ്പോൾ അതിൻ്റെ പരിമിതി. അപ്പോൾ അത് ആദ്യത്തെ ഗ്രൂപ്പിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്കായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് തുടങ്ങി. ഈ ഗ്രൂപ്പ് തുടങ്ങിയ ആൾ കൊല്ലം വർക്കല സ്വദേശിയായിട്ടുള്ള കിരണാണ്. അപ്പോൾ ഈ സണ്ണിച്ചേട്ടൻ്റെ തന്നെ ഒരു വീഡിയോയുടെ അടിയിൽ അദ്ദേഹം ഇട്ട ലിങ്കിൽ കൂടി ജോയിൻ ചെയ്താണ് ഞാനും ജോർജ് ചേട്ടനും. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം. കിരണേട്ടാ വീഡിയോന്റെ അടിയിലാണ് കളി. പിന്നെ ആളൊരു സ്വഭാവം എന്ന് വെച്ചാൽ ആള് ഇതിൽ നിന്ന് ഒരു ലാഭവും പ്രതീക്ഷിക്കുന്നില്ല. ആള് ആരെയും ചൂഷണം ചെയ്യാനായിട്ട് നോക്കുന്നില്ല. അവൻ്റെ ഒരു കിരണ്ട ഒരു സംസാരം എന്ന് വെച്ചാൽ കർഷകർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ച് മാത്രമാണ് ആള് ചെയ്യണേ. അല്ലെങ്കിൽ ആള് നമ്മുടെ നിന്ന് പൈസ മേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എന്തോ ഓഫർ കൊടുക്കും. ഞങ്ങൾ തന്നെ ഒരുപാട് തവണ ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങളുടെ ചിലവിൽ ക്ഷണിച്ചിട്ട് പോലും ആള് വന്നിട്ടില്ല. ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരണ്ണ നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിലൂടെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും കിരണ്ണ ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആള് ഈ ഗ്രൂപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ, ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. ഇതിൻ്റെ പല കാര്യങ്ങളും മരുന്നിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തന്നെ ചെയ്യുന്ന വീഡിയോയുടെ എടുത്തിട്ട് ഞങ്ങൾ ആ ലിങ്ക് എന്തായാലും ഇടുന്നുണ്ട്. എന്തായാലും ലിങ്ക് വരില്ല വീഡിയോന്റെ അടിയിൽ വരില്ല. ഞാൻ എന്തായാലും നമ്പർ അതെന്തായാലും വീഡിയോന്റെ അടിയിൽ ഇവർ രണ്ടുപേരെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യം നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ആ ഗ്രൂപ്പിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെ കച്ചവടക്കാരുണ്ട്, കർഷകരുണ്ട്, ചന്തകളിൽ എല്ലാ ദിവസവും പോയി ചന്തകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംശയം, ഇപ്പോൾ ചന്തയിൽ പോയിട്ട് എനിക്ക് ഒരു പോത്തിനെ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ചന്തയിലേക്ക് പോകുന്ന ആൾക്കാർ അത് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഇപ്പോൾ ഫാമിൽ വന്നിട്ട് ഒരു പോത്തിനെ എടുക്കണമെന്നുണ്ട്, എന്താണ് ആഗ്രഹം, അത് ഞങ്ങളുടെ അടുത്ത് വരെ ഞങ്ങൾക്ക് അത് ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരിയാനയിൽ പോയിട്ട് എടുക്കണം, അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സണ്ണിച്ചേട്ടൻ്റെ ഒരു വീഡിയോ വന്നു, പോത്ത് വളർത്താൻ പറ്റി. അദ്ദേഹം ചാലക്കുടി ചന്തയിൽ നിന്ന് 3 പോത്തിനെ മേടിച്ച് വലിച്ചുകൊണ്ട് വരുന്നൊരു വീഡിയോ വന്നു. അപ്പോൾ അത് ഞാൻ ഫിലിപ്പീൻസിലിരുന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ താഴെയാണ് കിരണിൻ്റെ ലിങ്ക് വരുന്നത്. അതിൽ കൂടി നമ്മൾ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളും ഒരു പ്രവാസി ആയ ഞാനും ഒരു ബിസിനസ്, ഒരു കൃഷിയിലേക്ക് ഞാനും ഇറങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, അവർ ധൈര്യമായിട്ട് ഇറങ്ങുക. നമ്മൾ എന്ത് ഇറങ്ങുന്നതിന് മുമ്പും കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അത് പറയുന്നതാണ്. ഒരു 1-2 വീഡിയോ കണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങരുത്. കൂടുതൽ ഫാമുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ സണ്ണിച്ചേട്ടൻ്റെ പോലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് നമ്മൾ കാണുക, പഠിക്കുക. നമ്മൾ ഒഴിവ് സമയങ്ങൾ നമ്മൾ മാക്സിമം പഠിക്കുക. ഇതിൻ്റെ വിപണനം നമ്മൾ പഠിക്കുക. ഈ വിത്ത് മുതൽ വിളവ് വരെ എന്ന് പറയുന്ന മാതിരി ഒരു കിടാവ് വാങ്ങുന്നത് മുതൽ അതിൻ്റെ വിപണനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനായിട്ട്. ഒരു കിടാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടി, ഞങ്ങളുടെ ഫാമിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല കൃത്യമായ വളർച്ച കിട്ടുന്ന മുറ ക്രോസ് കുട്ടികളെയും ജാഫ്രാബാദി കുട്ടികളെയും നമ്മൾ ഇവിടുന്ന് തന്നെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഇടയിൽ കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ ഒരു കഴിഞ്ഞ ദിവസങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു, പോത്ത് വളർത്തുന്നത് സൂക്ഷിക്കുക അല്ലെങ്കിൽ പണം പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്ക് വന്ന കുറച്ച് മെസ്സേജ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് മുമ്പ് പോത്ത് വളർത്തുന്നത് ലാഭമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരിക്കലും നഷ്ടമാണെന്നല്ല പറയുന്നത്. പോത്തിനെ വളർത്തുന്നവർ ചതികളിൽ പെടാതെ നല്ല രീതിയിൽ നല്ല വളർച്ചയുള്ള പോത്തുകൾ നോക്കി എടുത്ത് നല്ല പോലെ അവർക്ക് വേണ്ട ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ, അല്ലാതെ കൃത്രിമമായിട്ടുള്ള കുറേ ഭക്ഷണങ്ങൾ കുത്തിക്കയറ്റി അങ്ങനെ വലുതാക്കാനല്ല, പുല്ല് വെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ കാര്യത്തിലേക്ക് വരാം. ഇവരുടെ ഈ ഫാമിൽ ഇവർ ക്രോസ് ഇനത്തിൽപ്പെട്ട മുറകളെയും അങ്ങനെ ടൈപ്പുള്ള പോത്തുകളെയാണ് ഇവരോട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് നോക്കാം, വലുതാവുന്നതാണോ അല്ലെങ്കിൽ വലുതാവാത്തതാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുന്നത് നിങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങാം. ഐക്കോൺ മീഡിയയിലെ സണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് മേടിച്ചു എന്ന് ഒരിക്കലും ആരും പറയരുത്. നിങ്ങൾ ഇവരുടെ ഫാമിൽ വരുന്നു, ഇവിടെ പോത്തുകളെ കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള വേറെ ആളുകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട്
ആ പോത്തിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ഓക്കെ ആണ്, എനിക്കതിനെ വളർത്താൻ പറ്റും, അല്ലെങ്കിൽ വലിയ സൈസ് ആവുന്ന പോത്താണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. അവിടെ ആരും നിർബന്ധത്തിന് വഴങ്ങി ആരും പോത്തിനെ വാങ്ങി വളർത്താതിരിക്കുക. അപ്പോൾ ഇവരെ ഇപ്പോൾ പോത്തിനെ വാങ്ങാനായാലും ഇവിടെ വന്ന് കാണാനായാലും അല്ലെങ്കിൽ ഇവരിവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോൻ്റെ അടിയിൽ പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.